ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലൈവ് ട്രേഡ് വീഡിയോ ആണ്. അതായത് നമ്മുടെ സ്വന്തം സ്റ്റോക്ക് സ്ക്രീനിങ് പ്ലാറ്റ്ഫോമായ ഈസി ചാർട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ആ സ്റ്റോക്കിൽ ലൈവ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയ ബ്രേക്കൗട്ട് സ്ക്രീനേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം മുന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഈസി ചാർട്ട്സ് ഉപയോഗിച്ച് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ലൈവ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മൊബൈൽ വ്യൂവിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഈ ഒരു ഡെസ്ക്ടോപ്പ് വ്യൂ അല്ലെങ്കിൽ വെബ് വ്യൂവിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിന് ഏകദേശം 50,000 യൂസേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും സൈഡിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ട് തന്നെയാണ് ഇത്രയും കാലം കിട്ടിയിട്ടുള്ളത്. അതിനി മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എങ്ങനെ സ്റ്റോക്കിനെ അനാലിസ് ചെയ്യണം, ടെക്നിക്കൽ അനാലിസ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്ലാറ്റ്ഫോം ട്രേഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പ്ലാറ്റ്ഫോം കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊബൈൽ ആപ്പ് വരുന്ന ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യും. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതുകൂടി നിങ്ങൾക്ക് കയറി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റോക്ക് സ്ക്രീനിങ് പ്ലാറ്റ്ഫോമായ ഈസി ചാർട്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയ ബ്രേക്കൗട്ട് സ്ക്രീനേഴ്സ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ പ്ലാറ്റ്ഫോം ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്രധാനമായിട്ടും 3 ബ്രേക്കൗട്ട് സ്ക്രീനേഴ്സാണ് ഉള്ളത്. ഈ ഫസ്റ്റ് കാണുന്ന 3 സ്ക്രീനേഴ്സ്, അതിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റത്തെ 2 സ്ക്രീനേഴ്സാണ്. അതായത് ബ്രേക്കൗട്ട് സൂൺ ക്ലോസ് 6 മന്ത്സും അതുപോലെ തന്നെ ബ്രേക്കൗട്ട് സൂൺ ക്ലോസ് 6 മന്ത് ലോ വോളിയം. 2 സ്ക്രീനേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആണ്. രണ്ടും ക്ലോസിംഗ് ബേസിലുള്ള ബ്രേക്കൗട്ട് സ്ക്രീനേഴ്സാണ്. ഒരു കണ്ടീഷൻ, ഒരു മേജർ ഡിഫറൻസ് വരുന്നത് ഈ ഒരു വോളിയത്തിൻ്റെ കേസിലാണ്. ഫസ്റ്റത്തെ സ്ക്രീനർ എന്ന് പറയുന്നത് ബ്രേക്കൗട്ട് ലെവലിൽ ഹൈ വോളിയം ട്രേഡ് നടക്കുന്ന സ്റ്റോക്കുകളും രണ്ടാമത്തെ സ്ക്രീനർ എന്ന് പറയുന്നത് ബ്രേക്കൗട്ട് ലെവലിൽ ലോ വോളിയം നടക്കുന്ന സ്റ്റോക്കുകളാണ് വരിക. അപ്പോൾ മേ ബി ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല സ്റ്റോക്ക് ചിലപ്പം ഈ ഒരു ഫസ്റ്റത്തെ സ്ക്രീനറിലായിരിക്കും കിട്ടുന്നുണ്ടാവുക, ചില ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് സ്ക്രീനറിലായിരിക്കും. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ 2 സ്ക്രീനറും ഒരുമിച്ച് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏതിലാണോ നല്ലൊരു സ്റ്റോക്ക് കിട്ടുന്നത് ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ലൈവ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട കുറേയധികം ട്യൂട്ടോറിയൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റിലേക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോസ് കണ്ട ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെറിയ ഡിഫറൻസ് തോന്നുന്നുണ്ടാകും. കുറച്ച് കളേഴ്സിലൊക്കെ ഡിഫറൻസ് മേജറായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുന്നേ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേജറായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളത് മൊബൈൽ പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ മൊബൈലിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കുറച്ച് ചേഞ്ച് വന്നിട്ടുള്ളത്. വെബിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കളേഴ്സിലും കുറച്ച് കാര്യങ്ങളിലാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു സ്ക്രീനറുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു വെബ് വേർഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 മണി 9:50 ആയിട്ടുണ്ട്. ഏകദേശം 10 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീനറിൽ എലക്ട്രോൺ എന്ന് പറയുന്ന സ്റ്റോക്ക് 745 രൂപ ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനറിൽ ഇങ്ങനെ ലൈവ് മാർക്കറ്റിൽ പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഓരോ സ്റ്റോക്കുകളുടെയും ചാർട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ചാർട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഫെർദർ അനാലിസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് എലക്ട്രോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എലക്ട്രോണിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുകയാണ്, എലക്ട്രോൺ എഞ്ചിനീയറിങ്ങിൻ്റെ. ഓക്കെ ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള ബാക്കി ഡെയിലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കുറേ നാളുകളായിട്ട് ഹൈലി ബുള്ളിഷ് ആയിട്ടില്ല, വളരെ ചെറിയൊരു ലെവലിൽ എനിക്ക് തോന്നുന്നു നിയർ 20 റുപ്പീസൊക്കെ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണിച്ചിട്ടുള്ളൊരു സ്റ്റോക്കാണ്. വലിയൊരു അപ്സൈഡ് റാലി, അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 750 ലെവലിലാണ് ഈ ഒരു സ്റ്റോക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, നല്ല രീതിയിൽ ഒരു അപ്സൈഡ് സ്ട്രെങ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് മനസ്സിലായി. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു കൈൻഡ് ഓഫ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അനാലിസ് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രേക്കൗട്ട്, ഒരു ഫ്ലാഗ് പാറ്റേൺ, ഒരു അപ്സൈഡ് ഒരു ബ്രേക്കൗട്ട് പാറ്റേൺ, അതായത് നമുക്കിപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് ലെവൽ ഒരു ഫ്ലാഗ് പാറ്റേണിൻ്റെ ഫോർമേഷൻ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ബ്രേക്കൗട്ട് ലെവൽ ഒരു സ്റ്റോക്ക് ഇത്തരത്തിലൊരു ഫ്ലാഗ് പാറ്റേൺ ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കതൊക്കെ ഒരു ഹൈലി പോസിബിലിറ്റി ഉള്ള ഒരു പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പോൾ ഈ ഒരു ക്ലോസിംഗ് ലെവൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ ക്ലോസിംഗ് ബേസിലുള്ള അതിൻ്റെ ബ്രേക്കൗട്ട് പോയിന്റ് എന്ന് പറയുന്നത്. ഹൈ അല്ല, നമ്മൾ ക്ലോസിംഗ് ബേസ് ആണ് എടുത്തില്ല, നമ്മുടെ സ്ക്രീനറാണെങ്കിലും ക്ലോസിംഗ് ബേസിലാണ്.
ഓക്കെ, ഇതാണ് ആ ഒരു ബ്രേക്കൗട്ട്, ഇനിയുള്ള ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കൈൻഡ് ഓഫ് ബ്രേക്കൗട്ട് ലെവൽ നമുക്കൊരു കൈൻഡ് ഓഫ് ഫ്ലാഗ് പാറ്റേണിൻ്റെ ഫോർമേഷൻ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഫ്ലാഗ് പാറ്റേണിൻ്റെ ഫോർമേഷൻ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇവിടെ എന്താണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് നമുക്ക് ഇത്തരത്തിൽ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈവൺ അത് ഇൻട്രാഡേക്കാണെങ്കിലും സ്വിംഗ് ട്രേഡിനാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് നല്ലൊരു വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു ഫ്ലാഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഈ ഒരു ഫ്ലാഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇനിയും നല്ലൊരു റാലി ഈ ഒരു സ്റ്റോക്ക് നടത്താനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ മനസ്സിലായ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണ്, നല്ല രീതിയിൽ അപ്സൈഡ് സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണെന്ന് മനസ്സിലായി. ഇനി വൺസ് ഡെയിലി ടൈം ഫ്രെയിമിൽ സ്റ്റോക്ക് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിനെ 15 മിനിറ്റ്, നമ്മൾ 15 മിനിറ്റിലിട്ടാണ് ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, 15 മിനിറ്റിലാണ് ഇടേണ്ടത്. ഓക്കെ, 15 മിനിറ്റിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിൽ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി സ്റ്റോപ്പ് ലോസ് ലെവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 15 മിനിറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. 15 മിനിറ്റിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എന്താണ് ഞാൻ ഇതൊക്കെ ഈ ഒരു 2049 എന്ന് പറയുന്ന EMAs കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെവൽ, ഒരു മേജർ ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഇന്ന് പോയിട്ടുള്ള ഒരു ഹൈ, അല്ലെങ്കിൽ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടൊക്കെ പോയിട്ടുള്ളൊരു ഓക്കെ ഈ ഒരു ലെവലൊക്കെ ഇതൊരു മേജർ ലെവലായിട്ട് നമുക്ക് എന്താണ് ഈ ഒരു 762 ഇന്നത്തെ ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 760 വരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുക 762 ഹൈ പോയിട്ട് അവിടെ നിന്ന് ഫോളോ ചെയ്ത് സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത് ഈ ഒരു 700 ഓക്കെ, നമ്മുടെ ഈ ഒരു EMA 2049 എന്ന് പറയുന്ന EMA ലെവൽസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റോക്ക് ഇപ്പോൾ ഹൈ പോയി എന്താണ് 762 രൂപ ലെവലിലേക്ക് ഹൈ പോയി, അതിനുശേഷം അവിടെ നിന്ന് ഫോളോ ചെയ്തു. ഇപ്പോൾ അവിടെ സപ്പോർട്ട് എടുക്കുന്നത് എന്താണ് ഈ ഒരു 2049 എന്ന് പറയുന്ന നമ്മുടെ EMA ലെവൽസിലാണ്. ഇനി പോസിബിലിറ്റി ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് റിവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ കൂടി കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരു പ്രോപ്പർ ഇത് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിൽ ഓക്കെ നമുക്ക് ഈ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാം. ഇനി ഈ ഒരു സ്റ്റോക്കിൽ, അപ്പോൾ സ്റ്റോക്കിൽ ഡെയിലി ടൈം ഫ്രെയിം മേ ബി നമുക്ക് ഇവിടെ നിന്നാണ് കൈൻഡ് ഓഫ് ഒരു ട്രയാങ്കിൾ പാറ്റേൺ കൂടി കൺസിഡർ ചെയ്യാം. ഒരു 15 മിനിറ്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ, അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ സ്റ്റോക്ക് കുഴപ്പമില്ല, ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ സ്റ്റോക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമുക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ലെവൽ കിട്ടുന്നുണ്ടോ എന്നാണ്. ഇനി അതുപോലെ നമുക്ക് എന്താണ് ഇവിടെ വേണമെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, മുന്നേ ഇവിടെ എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്ത ലെവലാണ്. അപ്പോൾ നല്ലൊരു സപ്പോർട്ട്, ഇവിടെ ഒരു സ്റ്റാറ്റിക് സപ്പോർട്ടായിട്ട് കൂടി നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എല്ലാം കൊണ്ട് സ്റ്റോക്ക് ഓക്കെയാണ്. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ലെവൽ കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 745 744 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു സ്റ്റോപ്പ് ലോസ് വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ നോർമലി ഇത്തരം ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോർമലി കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ മാക്സിമം അപ് ടു 1% അല്ലെങ്കിൽ മാക്സിമം വളരെ റെയർ കേസിൽ 1.5% ഒക്കെ എടുക്കാറുണ്ട്. ബട്ട് നോർമലി 1% ആണ് ഞാൻ കൺസിഡർ ചെയ്യാറുള്ളത്, അതിൽ കൂടുതൽ ഞാൻ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ സ്റ്റോപ്പ് ലോസ്, ഈ ഒരു കേസിൽ ഞാൻ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന റിസ്ക് എന്ന് പറയുന്ന ഒരു അപ് ടു ഒരു 3,500 ഒരു റിസ്ക്കാണ് ഞാൻ എടുക്കാൻ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 3,500 രൂപേൻ്റെ റിസ്ക്കാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഞാനൊരു ഇപ്പോൾ 744 745 ഇൻബെറ്റ്വീനായിട്ട് ലെവൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു 6 രൂപ 7 രൂപേൻ്റെ സ്റ്റോപ്പ് ലോസാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 744 ഒരു 7 രൂപ കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ 737 ലെവലിലാണ് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടുക. ഓക്കെ, 737 രൂപ ലെവലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താണ് 737, അതായത് 744 745 ലെവലിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. 737 രൂപ ലെവലിൽ, അതായത് എത്ര രൂപേൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് വരുന്നത്? 7 രൂപേൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ 7 രൂപേൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം 1:1. അപ്പോൾ നമ്മൾ എൻട്രി ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എന്താണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് നമുക്ക് ഈ പറയുന്ന ഈ 2049 EMAസിന് താഴെയായിട്ട് കിട്ടണം. അതുപോലെ നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റാറ്റിക് സപ്പോർട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് കിട്ടണം. അതുപോലെ നമുക്ക് എപ്പോഴും ബെറ്റർ ഈ 2049 താഴെയായിട്ട് കിട്ടണം. സ്റ്റാറ്റിക് സപ്പോർട്ടിന് താഴെയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ട്രെൻഡ് ലൈന് താഴെയായിട്ടുള്ള ഒരു എന്താണ് സപ്പോർട്ട്, ഒരു സ്റ്റോപ്പ് ലോസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമുക്ക് അതിന് താഴെയുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്.
അപ്പോൾ ഇനി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം 1:1, അതായത് 7 റുപ്പീസിനെങ്കിലും ടാർഗറ്റ് നമുക്ക് കിട്ടണം. ബട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു എപ്പോഴും ഒരു 1:1.5 1:2 ഒക്കെ ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഞാൻ ഒരു 10 രൂപയാണ് ഞാനിപ്പോൾ ഒരു 10 രൂപ 11 രൂപേൻ്റെ ടാർഗറ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ കറൻറ്റ്ലി ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ട്. കാരണം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ട്. അതായത് 3500 രൂപ എൻ്റെ റിസ്ക്, ഞാൻ എടുക്കാൻ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ 3500 രൂപയാണ്. അപ്പോൾ 3500 രൂപയിൽ 7 രൂപേൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 500 ക്വാണ്ടിറ്റിയാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ ഞാൻ 744.50 500 ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഓൾറെഡി ഒരു സ്റ്റോക്കിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ 737 രൂപ ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുത്തു, 744.50 എൻട്രി എടുത്തു, 737 ഞാനിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റോക്കിൽ. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇനി ഇവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു റിവേഴ്സലാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സ്റ്റോക്കിൽ റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മേ ബി നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ കിട്ടാനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ കറൻറ്റ്ലി നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. മേ ബി ഒരു 746 47 മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റോക്കിൽ ഒരു അപ്സൈഡ് റാലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി മൂവ്മെൻറ്റ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ടൈം ഇപ്പോൾ ഏകദേശം 1:30 ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എലക്കോൺ എന്ന് പറയുന്ന സ്റ്റോക്കിൽ എൻട്രി എടുത്തത് ഏകദേശം ഒരു 11:30 ആയ സമയത്താണ്. ഓൾമോസ്റ്റ് ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു എൻട്രി ഇപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 744.50 നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായത്. സ്റ്റോക്ക് 756.50 വരെ ഒരു 12 രൂപേൻ്റെ അപ്സൈഡ് മൂവ്മെൻറ്റ് വരെ നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഈവൻ ആ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് താഴത്തോട്ട് ഫോളോ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5000 രൂപേൻ്റെ പ്രോഫിറ്റ്, 5000-ന് മുകളിലൊരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 744.50 നമ്മൾ എൻട്രി എടുത്തു, 754.50 10 രൂപേൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. സ്റ്റിൽ കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഒരു 1:1.4ൻ്റെ ഒരു ടാർഗറ്റ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1:1.5 മുകളിൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തത് അതിൽ കുറച്ച് കുറഞ്ഞ പ്രൈസിലാണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. ഇനീഷ്യൽ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ആ ഒരു റേഞ്ചിൽ സ്റ്റോക്ക് കുറേ ടൈം ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കുറേ ടൈം ഏകദേശം എനിക്കൊരു 1 hour ആ ഒരു റേഞ്ചിൽ തന്നെ മൂവ് ചെയ്യായിരുന്നു. ആ ഒരു 745.5 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ബ്രേക്ക് ചെയ്ത സമയത്ത് സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. ആ ഒറ്റൊരു ക്യാൻഡിൽ തന്നെ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ഓൾമോസ്റ്റ് ആ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ലെവലിലേക്ക് സ്റ്റോക്കിന് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രേഡുകൾ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് റിസ്ക് ഇല്ലാതെ വേണമെങ്കിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക, എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻട്രാഡേക്ക് ആണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം ഈസി ചാർട്ട്സ് ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് കണ്ടെത്താനും ആ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രേഡ് എടുക്കാനും പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് നമുക്ക് ഫോളോ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്കുള്ള എന്തെങ്കിലും സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.